സുബ്ഹാന ജല്ല ജലാൽ. ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു ചോദിക്കാം, ഉസ്താദേ എനിക്കൊരു പെണ്ണിനോട് വല്ലാത്ത സ്നേഹമുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇവനോട്, അങ്ങനെ സ്നേഹിക്കാൻ പാടില്ലല്ലോ. പെണ്ണിനെ സ്നേഹിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ടാ, കല്യാണത്തിന് മുമ്പ് ഒരു സ്നേഹമല്ല. പെണ്ണിനെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടാ സ്നേഹം, കല്യാണത്തിന് മുമ്പ് ഒരു സ്നേഹം ഇല്ല, അത് അള്ളാഹ് അനുവദിച്ചിട്ടില്ല. അപ്പൊ ഇവൻ പറയാ, ഉസ്താദേ ഞാന് വാട്സപ്പിന്റെ സ്വലാത്തിന്റെ ഗ്രൂപ്പിൽ ഒരു പെണ്ണിനെ പരിചയപ്പെട്ടിട്ട് അങ്ങനെ ആ നമ്പർ കിട്ടിയിട്ട് ഞങ്ങൾ തമ്മിൽ ഇപ്പൊ വലിയ സ്നേഹ, ഞങ്ങൾ എല്ലാ ദിവസവും ഭയങ്കര കോമ്പറ്റീഷനാ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെ സ്നേഹം ഉത്ഭവിക്കുന്നത് പോകട്ടെ, അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാകാൻ പാടില്ല. ആണും പെണ്ണും കലുഷിതമായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, അത് ഫാമിലി ഗ്രൂപ്പിന്റെ പേരിലാകട്ടെ, സ്വലാത്തിന്റെ ഗ്രൂപ്പിന്റെ പേരിലാകട്ടെ, ലേഡീസ് ഗ്രൂപ്പിന്റെ പേരിലാകട്ടെ, മഹല്ല കമ്മിറ്റിയുടെ ഗ്രൂപ്പിന്റെ പേരിലാകട്ടെ, ഒരൊറ്റ ഗ്രൂപ്പും ആണും പെണ്ണും സമ്മിശ്രമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് അത് ദുനിയാവിന്റെ പേരിൽ മാത്രമല്ല ദീനിന്റെ പേരിലും ഉണ്ടാകാൻ പാടില്ല. കടുത്ത തെറ്റാണ്. എന്താ കാരണം എന്നറിയോ? അല്ല ഉസ്താദ്, അത് സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്ന ഗ്രൂപ്പാണ്. സ്വലാത്ത് ചൊല്ലിപ്പിച്ചിട്ട് എങ്ങോട്ടാ എത്തുന്നറിയോ? ഇവർ തമ്മിൽ സ്നേഹ. എന്നിട്ട് ഇവൻ പറയാ, ഉസ്താദേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാല് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഭയങ്കര കോമ്പറ്റീഷനാ, കല്യാണം കഴിക്കാത്ത ഇവർ രണ്ടുപേര് കോമ്പറ്റീഷൻ. ആയിഷ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ട്. ആ കല്യാണത്തിന് ശേഷം എന്ത് കോമ്പറ്റീഷൻ? റണ്ണിംഗ് റേസ് നടത്തിയിട്ടുണ്ട്. റണ്ണിംഗ് റേസ്. ഇനിയിപ്പോ ഇതും കേട്ടിട്ട് സർലിക്കട്ട അങ്ങാടിയിൽ 4 മാപ്പിള പെഞ്ഞൈമാർ റണ്ണിംഗ് റേസ് ആക്കാൻ പോയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റണ്ണിംഗ് റേസ് നടത്തിയിട്ടുണ്ട്. ആ കല്യാണത്തിന് ശേഷം. അതേ സമയം ഇവൻ പറയാ, ഉസ്താദേ ഞാനാണോ ഒരു ദിവസം കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നത്, ഇവളാണോ കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നത് എന്ന് ഞങ്ങൾ തമ്മിൽ മത്സരാണ്. ഇപ്പൊ എന്റെ മനസ്സിൽ ആഗ്രഹം ഇവളെ കല്യാണം കഴിക്കണോ. സുബ്ഹാനല്ലാഹ്.